പ്രിയപ്പെട്ടവരെ നോക്കൂ, ദൈവപുത്രന്റെ ശബ്ദം കേരളത്തിൽ ഒരാൾ പുറത്തു വിട്ടിരിക്കുന്നു. ആ വോയിസ് നോട്ട് നമുക്കൊന്ന് കേട്ടാലോ? 23 ഒക്ടോബർ മാസം ഞാൻ പ്ലേ ചെയ്തോട്ടെ. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചത്, റെക്കോർഡ് ചെയ്ത് വെച്ചതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ഓ, കർത്താവ് ഇദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്നു പോലും. അത് ജീസസ് അറിയാതെ ഇദ്ദേഹം റെക്കോർഡിങ് ചെയ്തു വെച്ചു. കേട്ടു നോക്ക എന്താ ജീസസ് പറഞ്ഞെന്ന്. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. യേശുദേവന്റെ ശബ്ദമല്ലേ ഇപ്പൊ കേട്ടത്? പക്ഷേ യേശുദേവൻ സാധാരണ സംസാരിച്ചിരുന്നു എന്ന് പറയുന്ന ഭാഷ അരീമിയ ഭാഷയല്ലേ? ഓ, വിശ്വാസികൾക്ക് ഇങ്ങനെയും പറയാലോ, ഏത് ഭാഷയും അറിയുന്നവനാണല്ലോ ദൈവം. ആയിക്കോട്ടെ, അത് വിശ്വസിക്കാം. പക്ഷെ ഏത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണ് ഇത്ര മാസുള്ള ശബ്ദം യേശുദേവൻ റെക്കോർഡ് ചെയ്തത്? നല്ല എക്സ്ട്രാ ബൂസ്റ്റഡ് മാസോട് കൂടിയിട്ടാണ് ആ റെക്കോർഡ് പുറത്തു വന്നിരിക്കുന്നത്. മാറുകയില്ല. യേശുദേവന്റെ ശബ്ദം കേട്ടോടെ എല്ലാരും കൈയടിക്കുക. എന്താ അല്ലേ? ഒരുപാട് ശാസ്ത്രമൊക്കെ വളർന്നൊരു സമയമാണ്. ആ സമയത്ത് ദൈവപുത്രനായ യേശുദേവന്റെ ശബ്ദം റെക്കോർഡാക്കി വന്ന ആളെ നമ്മൾ എന്തു ചെയ്യണം? ഉടനെ സ്ഥലം വിട്ടോണം. മേലിൽ ഈ കാട്ടിൽ കണ്ടുപോരുന്ന പറയുന്നത്.